Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉണർവും പ്രതീക്ഷയുമായി ഇന്ന് ഈസ്റ്റർ ദിനം. ഇന്ന് ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ വിശേഷം പറയുവാന്നേൽ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈസ്റ്ററിൻ്റെ സന്ധ്യസമയത്താണ്. പക്ഷേ എന്നാണെന്നറിയാമോ, ഒരു കാര്യം ഞാൻ പറയാം. പക്ഷേ നമ്മൾ ആനീസ് കിച്ചൻ തുടങ്ങിയ പിന്നെ ഒത്തിരി റെസിപ്പീസ് ചെയ്തതായതാ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വിഭവമായിട്ട് എന്നൊക്കെ സ്പെഷ്യലാണ് നമ്മളിവിടെ ചെയ്തല്ലേ. അതേപോലത്തെ ഒരു കറിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഭയങ്കര ഒരു സന്തോഷവും പ്രതീക്ഷയും എനിക്കുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്ന കറി എന്നാണെന്നറിയാം, കുറച്ച് ഡിഫറെൻറ്റാണ്. കാര്യം എന്നാ, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെന്നോർത്ത് ഒത്തിരി മാറ്റി പിടിച്ചേച്ച് വൈകുന്നേരവും ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഡിന്നറിന് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാം, ഒന്ന് നമ്മുടെ വീട്ടുകാരെ ഒന്ന് ഞെട്ടിക്കണം, പേടിപ്പിച്ച്. അങ്ങനെ നമ്മൾ കറി കൊടുത്ത് പേടിച്ച് അങ്ങനത്തെ ഞെട്ടലല്ല, നല്ലൊരു രുചിയായിട്ടുള്ളൊരു രുചിയുടെ ഒരു ഞെട്ടൽ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെല്ലാം പോയല്ലേ, സൗത്ത് ആഫ്രിക്കയിൽ പോയി, ഡൽഹിയിൽ പോയി, പിന്നെ എവിടെയാണ് പോയത്, കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ, ഗോവയിലേക്കാണ് പോകുന്നത്. ഗോവ എന്നാ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഗോവയുടെ ഉള്ള അവിടുത്തെ കറികളൊക്കെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഗോവൻ ഫിഷ് കറി നല്ലതാണ്, അവിടുത്തെ ചിക്കൻ കറി നല്ലതാണ്. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ തായ് ചിക്കൻ കറി, തായ് ഫിഷ് കറി, ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ ആയിട്ടൊരു ഫ്ലേവർ കുറച്ചൊന്ന് അവർക്ക് മിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ആ ഒരു ഇഷ്ടം വരുന്നത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ കോക്കനട്ട് ചിക്കൻ കറി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ ഡിന്നർ ഇന്നിവിടെ ആഘോഷിക്കാൻ പോകുന്ന ആരാന്നറിയാവോ? എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ പ്രിയപ്പെട്ട ബന്ധുക്കളായ മനോജും ബീന ആൻ്റണി ദമ്പതികളാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ഇന്ന് എത്തുന്നത്. അവരുമായിട്ട് നമുക്ക് ഇന്ന് ഗോവയിലേക്ക് പോയി ചിക്കൻ കറിയും കഴിച്ച് അവരുടെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് ഒത്തിരി എന്നാ പറയുക, ഒരു ഇന്നത്തെ ഈസ്റ്റർ നമുക്ക്, അതായത് ഡിന്നർ നമുക്ക് ഭയങ്കര സന്തോഷം. ഉച്ചയ്ക്ക് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ, എന്നാലും അതിനേക്കാട്ടിലും ഒരു പടി മേലെ നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് ആഘോഷിച്ചേക്കാം അല്ലേ. പക്ഷെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി വെച്ചാലേ ഒക്കത്തുള്ളൂ. ചിക്കൻ കറി കുറച്ച് നേരം ഇരുന്ന് ആ ചിക്കനിലൊക്കെ ആ ടേസ്റ്റ് ഒന്ന് പിടിച്ചാലേ അതിന് ടേസ്റ്റും വരത്തുള്ളൂ, അല്ലേ പിന്നെ നമ്മുടെ ഡിന്നർ പൊളിഞ്ഞു പോകും. അപ്പോൾ എന്നാ ഗോവൻ കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ചിക്കനാണ് ഞാൻ മേടിച്ചത്. ചിക്കൻ ഒരു ഏകദേശം ഇതിപ്പോൾ 1 കിലോ വരും. സാധാരണ നമ്മുടെ ചിക്കൻ മുറിക്കുന്ന പോലെ മുറിച്ച് വെച്ചാൽ മതി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഒരു 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. കുഞ്ഞായിട്ട് അരിയാൻ ഇച്ചിരി പ്രയാസമൊക്കെ തോന്നുവാണെങ്കിൽ നീളത്തിൽ അരിയേണ്ട, കൊച്ചായിട്ട് തന്നെ അരിഞ്ഞേ പറ്റും. പിന്നെ ഇച്ചിരി തക്കാളിയാണ് വേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഓപ്ഷൻ തരാം, കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞാൽ മതി. കറിവേപ്പില അറിയാലോ, അത് ഗോവ പോയാലും കേരളയിൽ പോയാലും നമ്മളിനിയിപ്പോൾ എവിടെ പോയാലും കറിവേപ്പിലുണ്ട്. അതിൻ്റെ ഒരു ഗുണം പ്രത്യേകം കേട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് വറ്റൽമുളക്. പിന്നെ എന്നാന്ന് വെച്ചാൽ തേങ്ങായ, ഇതിപ്പോൾ തേങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് വലിയ പച്ച തേങ്ങയൊന്നുമല്ല, ഇച്ചിരി ഒരു ഉണക്ക തേങ്ങ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പച്ച തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുറിയേ ഇത് തിരിവി വെച്ചിട്ടുള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കശകശ, പിന്നെ എന്നാന്ന് വെച്ചാൽ പെരിഞ്ജീരകം. പിന്നെ വേണ്ടിയത് ജീരകം. പെരിഞ്ജീരകം 1 സ്പൂൺ ആന്നേൽ ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ വേണ്ടിയത് ഗരം മസാലയുടെ പൊടിയാണ്. ഗരം മസാലയുടെ പൊടി ഇത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കൂട്ടൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ, അത് മേടിച്ചേച്ച് ഒന്ന് വറുത്ത് എടുത്താലും നല്ലതാണ്. ചിലപ്പം വറുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൂപ്പൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ അതിനൊരു പന്ന ഫ്ലേവറായി പോകും. അപ്പോൾ അതിലും ഭേദം വറുക്കാനൊന്നും നിൽക്കരുത്, അത് നല്ലതായിട്ടൊന്ന് പൊടിച്ച് വെച്ചേച്ച് നമ്മൾ കറി ഉണ്ടാക്കുമല്ലേ അന്നേരത്തേനൊന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ മറ്റേ പോലെ വറുത്തെടുക്കുവാന്നേലും മുഴുവനും കരിഞ്ഞു പോകാൻ അതിൻ്റെ ചൊവ്വയെ മാറിപ്പോകും. പിന്നെ ഇത് പോയിട്ട് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാലാണ് വേണ്ടിയേ. അതൊരു 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ. ഈ കറി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഗോവൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർക്ക് ചിലരാണെങ്കിൽ ഈ മല്ലിപ്പൊടിക്ക് പകരം മല്ലി എടുക്കും, വറ്റൽമുളക് എടുക്കും, പെരിഞ്ജീരകം, ജീരകം, മല്ലി അങ്ങനെ എടുത്ത് വറുത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കറി ഉണ്ടാക്കേണ്ടിയേ. പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ട് തന്നെയാണ് നമുക്കൊന്ന് മൂപ്പിക്കണം. പക്ഷേ അത് ആദ്യം ഞാൻ ഏതാ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 2 വറ്റൽമുളക് എന്തായാലും ഇടും. 2 വറ്റൽമുളക് ഇട്ടേച്ച് അതിൻ്റെ കൂടെ പെരിഞ്ജീരകവും ജീരകവും നമ്മുടെ കശകശയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം, ആ പൊടി ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ പൊടി ആദ്യം അങ്ങ് മൂത്ത് പോകും. അപ്പോൾ എന്നാ ചെയ്യാം, ആദ്യം പൊടി മൂപ്പിക്കാം. 1/2 ടീസ്പൂൺ
ജീരകം, ഒരു ഫുൾ ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 വറ്റൽമുളക് എടുത്തേച്ചാൽ മതി. കാര്യം എന്നാന്നോ, നമ്മൾ മുളക് പൊടിയും കൂടെ എടുക്കുമല്ലേ, അന്നേരം പിന്നെ 2 വറ്റൽമുളക് എടുത്തേച്ച് അങ്ങ് പൊട്ടിച്ചിടുക, പൊട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കശകശ ഒത്തിരി അരയ്ക്കുന്നത് ഭയങ്കര എന്നാ പറയുന്നത്, ഈ മീറ്റ് കറി ഏത് വെക്കുവാന്നേലും കശകശ കൂടുതൽ ചേർക്കുവാന്നേലും ഭയങ്കര രുചിയാന്നാണ് പറഞ്ഞത്. അന്നേരം പിന്നെ ഒത്തിരി ചേർക്കാൻ ഒക്കെയല്ല. പക്ഷെ ഞാൻ ഇവിടെ എന്നാന്ന് വെച്ചാൽ 2 ടീസ്പൂൺ നിറച്ച്, 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇട്ടോ, 3 ടീസ്പൂൺ നിറച്ച് കശകശ ഇട്ടു. എന്നുവെച്ച് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഇച്ചിരി ഒന്ന് മൂക്കണം. മൂത്തില്ല എന്നുണ്ടെങ്കിലും ഒക്കത്തില്ല. ഈ പെരിഞ്ജീരകവും ജീരകവും കശകശയ്ക്കൊന്നും ഒത്തിരി മൂപ്പൊന്നും ഇല്ല. കാരണം നമ്മൾ മല്ലിയും മുളകും ഒക്കെ മൂപ്പിക്കുകയല്ലേ, അന്ന് പറഞ്ഞ കൂട്ടൊന്നും മൂപ്പില്ല. നല്ല ഫ്ലെയിമിൽ ഇരിക്കുവാന്നുണ്ടെങ്കിൽ അത് ഇടുമ്പോൾ തന്നെ ആ കശകശയ്ക്കൊന്നും അധികം മൂപ്പില്ലല്ലോ, അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. സോറി, ഇച്ചിരിയല്ല, അത് കുഞ്ഞായതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ആ പെരിഞ്ജീരകത്തിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോഴത്തേനും നമുക്ക് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചിലർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തായ് കറിയും ഗോവനൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. ചില അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കും ഒന്നും അത് ഇഷ്ടമാവുകയില്ല. പക്ഷേ ഞാൻ അവരോടും എന്നാ പറയുന്നതെന്ന് അറിയാം, ഇത് ശരിക്കും ഗോവൻ സ്റ്റൈലൊന്നും അല്ല, കുറച്ച് നമ്മുടെ ഒരു കേരള ടച്ച് കൂടെ ഉണ്ട്. അന്നേരം പിന്നെ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കണം. ഇപ്പോൾ ഇച്ചിരി മൂത്ത മണം വരുന്നുണ്ട്. അന്നേരം ഞാൻ ആ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതി. കാരണം നേരത്തെ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വറ്റൽമുളകിന് ഒത്തിരി എരിവൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം. എന്നാലും ഇത് ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത്, നമ്മുടെ ഇറച്ചിക്കറിയുടെ നിറമൊന്നും കൂട്ടത്താവത്തില്ല. പിന്നെ നമ്മുടെ പാൻ ആണെന്നെങ്കിലും ചീനച്ചട്ടിയൊക്കെ അല്ല അതിലൊക്കെ ആ മൂപ്പിക്കുന്നെങ്കിലും ബേസിക്കലി നമ്മുടെ ചട്ടി ഇച്ചിരി ചൂടായിട്ടിരിക്കുമല്ലേ, അന്നേരം പിന്നെ ആ പൊടിക്ക് ആ ചൂടും കൂടെ മതിയാവും. തീ കുറച്ച് വെച്ചേക്കുമല്ലായിരുന്നു പൊടി ചേർക്കാൻ നേരത്തെ എന്നാ ചെയ്യണമെന്നറിയാമോ, പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞേച്ച് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് നമുക്ക് ഈ പാൻ അങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ പിന്നെ ആ പാനേലിരുന്ന് അതൊന്ന് എന്നാ പറയുക ഒന്നുകൂടെ ഒന്ന് മൂക്കും. പക്ഷേ ചുമ്മാ അങ്ങ് വെച്ചാൽ ഒക്കത്തില്ല, അത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇനി ആ പൊടി അവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചീനച്ചട്ടിയിൽ ഗോവയിൽ കടുക് ഇട്ടൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇവിടെ കടുകൊന്നും ഇടുന്നില്ല. എണ്ണ ഒഴിച്ചേച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ളി അങ്ങ് വഴറ്റാം. എണ്ണയുടെ അളവ് ഞാൻ പറയുവാണെങ്കിൽ ഒരു വലിയ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. എന്നാന്ന് വെച്ചാൽ ഇത്രയും ഉള്ളിയില്ലേ, ആ ഉള്ളി ഒന്ന് വഴണ്ട് കുറച്ച് ബ്രൗൺ ആവണം. ഈസ്റ്റർ സമയത്തൊക്കെ മിക്കപ്പോഴും നമ്മൾ സത്യം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒന്നും മെനക്കെടാൻ നിൽക്കുകയില്ല. ഈ പറഞ്ഞ കൂട്ട് ഒരു ബിരിയാണിയോ അല്ലെന്നുണ്ടെങ്കിൽ ചോറും ഇറച്ചി ഒലത്തിയതും മീൻകറിയും അങ്ങനെയൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാട്ടോ, നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ ഇപ്പം. അപ്പം പിന്നെ ഇച്ചിരി എൻ്റെയൊക്കെ സ്പെഷ്യൽ ഐറ്റമൊക്കെ ഇപ്രാവശ്യം ഈസ്റ്ററിനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അഥവാ മറന്നു പോയാൽ ഈ ഡിന്നറിനെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി എണ്ണയിലേക്ക് ഞാൻ എൻ്റെ ഉള്ളി ഇടുക. ഒരു 2 വലിയ ഉള്ളി ഇട്ടേച്ചാൽ മതി. ഇത് നല്ലതായിട്ട് വഴന്നെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ബ്രൗൺ കളർ ആവണം ആ ഉള്ളി കേട്ടോ. ഉള്ളിയും വറ്റൽമുളകും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ പിന്നെ എന്തായാലും നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടും. അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഇടും. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ കറിവേപ്പില ഇടണമെന്ന്. ഇനി ഞാൻ ആ കറിവേപ്പില അങ്ങോട്ട് കൊണ്ടുപോകല, എൻ്റെ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ. ഈ ഉള്ളി ഒക്കെ നമ്മൾ സാധാ ഇറച്ചിക്കറി വെക്കുന്ന കൂട്ടല്ല, അത് കുറച്ചൊന്ന് ബ്രൗൺ ആവണം. അതായത് കാരമലൈസ് ആവണം, നല്ല ബ്രൗൺ ആവണം. ഞാനൊരു എന്നാ പറയുന്നത് ഒരു ഒരു 1/4 ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. അതെന്താ മുഴുവൻ ബ്രൗൺ ആക്കി എടുക്കാത്തതെന്നല്ലേ? അതെന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനവും കൂടെ നമുക്ക് ആ ബ്രൗൺ ആവുന്നതിന് മുമ്പ് ചേർക്കാനുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചച്ചോവയും കൂടെ ഒന്ന് മാറണ്ടേ. ഇതൊന്ന് മൊരിയണം. മൊരിയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാരമലൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മൂക്കണ്ട എന്ന് പറഞ്ഞ് എന്നാന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുന്ന ഒരു പച്ചച്ചോവയില്ല, ആ ഒരു കമർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്.
ആ റോ ആയിട്ടുള്ളതങ്ങ് മാറണം. ആ സമയം നമുക്ക് ചെറിയ തീയിലാക്കി വെച്ചേച്ച് എന്നാ ചെയ്യണമെന്നല്ലോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ പൊടിയും പിന്നെ തേങ്ങായും കൂടെ നല്ല എന്നാ പറയുന്നത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. പച്ച തേങ്ങയാന്നു ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതായി ഇടാൻ പോകുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയും കൂടെ. അരഞ്ഞില്ല, കുറച്ചുകൂടെ അരയാനുണ്ട്. അന്നേരം ഇച്ചിരി കൂടെ വെള്ളം വേണേ. അന്നേരം അതുകൂടെ ചേർത്തേച്ച് നമുക്ക് അരയ്ക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അതിന് മുന്നേ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ടൊമാറ്റോയും കൂടി ഇട്ടേച്ച് പോയാലേ അത് അതിൻ്റെ ജോലിയും കൂടെ ചെയ്തോളൂ. ടൊമാറ്റോ ഇട്ടേച്ച് എന്നാ ചെയ്യണമെന്നോ, ഒരു കുറച്ചൊരു ഹൈയും അല്ല ലോയും അല്ലാത്ത ഒരു ഫ്ലെയിമിലോട്ട് അങ്ങ് വെച്ചു. അന്നേരം നമ്മൾ അരച്ചെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ടൊമാറ്റോയിൽ നിന്ന് നല്ല വെന്ത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല എന്നാ പറയുക ഒരു കുഴഞ്ഞ പരുവത്തിലാവും. കറിയല്ല, നമ്മുടെ കറി എന്നാ പറയുന്നത് ടൊമാറ്റോയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ നല്ലതായിട്ട് കണ്ടോ, നമ്മുടെ ടൊമാറ്റോ നല്ല അസലായിട്ട് അതിൻ്റെ ആ എന്നാ പറയുക ഫ്ലഷി പാർട്സ് ഒക്കെ പോയിട്ട് അതിൻ്റെ തൊലി പ്രത്യേകം, അതിൻ്റെ ഫ്ലഷ് പ്രത്യേകമല്ല നമ്മുടെ ആ ഉള്ളിലോട്ട് തന്നെ അങ്ങ് ചേരുമല്ലേ. എന്നിട്ട് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇതിനകത്താണെങ്കിൽ ഞാൻ നിങ്ങളോട് മഞ്ഞപ്പൊടി പറഞ്ഞില്ല. പക്ഷേ മഞ്ഞപ്പൊടി ഇല്ലാത്ത എന്നാ ഗോവൻ കറി ആയാലും കൊള്ളാം, നമ്മുടെ കേരളയുടെ കറി ആയാലും കൊള്ളാം, മഞ്ഞപ്പൊടി ഇല്ലെങ്കിലും കൊള്ളുകയല്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാൻ പോവാം. എന്നുവെച്ചാൽ ആ മഞ്ഞപ്പൊടിയും കൂടെ നമ്മുടെ ആ തക്കാളിയിലും എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കൂട്ടാം കുറയ്ക്കാം. ഇപ്പോൾ എവിടുത്തെ കറി നമ്മൾ ഏത് സ്ഥലത്തെ കറി വെക്കുവാണെങ്കിലും സ്പൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തേച്ചാൽ മതി. ചിലർക്ക് ഒത്തിരി സ്പൈസ് ഇഷ്ടമാണ്, അല്ലാത്തവർക്ക് മീഡിയമാണ്. ഇപ്പം ഞാൻ ഒത്തിരി ആക്കിയിട്ടില്ല, മീഡിയം ആയിട്ടേ ഒത്തിട്ട്, ഒത്തിരി ലോയും അല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കോണം. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യോളം വരികയല്ല കേട്ടോ, സ്പൂണൊക്കെ ഇട്ട് ചെയ്താൽ. ഇനി നമ്മൾ ചേർത്ത ഈ എന്നാ പറയുന്ന അരപ്പിൻ്റെയും കൂടി ഒരു ചെറിയൊരു പച്ചച്ചൊവയില്ലേ, അതൊന്നും കൂടി ഒന്ന് മാറിയേച്ച് നമുക്ക് ചിക്കൻ ചേർക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. എന്നാന്ന് പറയുക, നമ്മുടെ ആ ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ പിന്നെ നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ അടുത്ത് നമ്മുടെ ആ എണ്ണ ഇട്ടേച്ച് ആ എണ്ണ തെളിയുന്ന സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് ഗരം മസാല ഇതിനകത്തോട്ട് ഇടാം. അതായത് നമ്മുടെ ചിക്കന് വേണ്ടിയ ഗരം മസാല. പെരുംജീരകം ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒത്തിരി ഒന്നും ഇടണ്ട, കുറച്ചിട്ടേച്ചാൽ മതി. ഇതുവരെ ആലോചിച്ചോണം, നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിയൊക്കെ പെട്ടെന്ന് ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാലോ, ഇച്ചിരി ഉപ്പിട്ടേച്ച് അതിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. ഇത് ഞാൻ കുറേ നാളിങ്ങനെ മെനക്കെട്ട് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തും പഠിപ്പിച്ചതെന്ന് കേട്ടോ, ഉള്ളിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുമെന്ന്. സത്യമാണ്. ഇനി അതിൻ്റെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ആ എന്നാ പറയുന്നത് ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിയേച്ച് ആ ഒരു എന്നാ പറയുന്നത് എണ്ണ തെളിയുമ്പോൾ ഒരു പ്രത്യേക രുചിയും വരും. അത് മാത്രമല്ല നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ സാധനവും നല്ലതായിട്ട് മൂത്ത് വരികയും ചെയ്യും. ഇപ്പം ചെറുതായിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ കൂടെയൊക്കെ. പക്ഷെ സൈഡിൽ കൂടെ മാത്രം വന്നാൽ പോരല്ലോ, ഇച്ചിരി നടുക്കൊക്കെ വരണം. ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ,
വെള്ളം ഒഴിച്ച് നമ്മൾ കാണിക്കുന്ന കൂട്ടേ നമ്മളെപ്പോഴും കാണിക്കുന്ന കൂട്ട് എണ്ണ തെളിയിക്കാൻ നിന്നാൽ ഇത് പണിയാവും. അപ്പോൾ അതിലും വേണ്ട, നമുക്ക് ഇച്ചിരി ഒരു ക്ഷമയോടുകൂടി എണ്ണ തെളിയിക്കാം. വലിയ താമസമൊന്നുമില്ല, ഇതിപ്പോൾ ആവുന്നേ. പെട്ടെന്നാവണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, 2 കറിവേപ്പില ഇട്ട് നോക്കൂ. ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, ഗോവയിൽ പോയി താമസിക്കേണ്ടി വന്നാലും എനിക്ക് സമാധാനം എന്നാന്ന് വെച്ചാൽ അവിടെയും കറിവേപ്പില വെച്ച് കറികൾ ഉണ്ടാക്കാൻ നോക്കും. അന്നേരം പിന്നെ എന്നാ പേടിക്കാല്ല. ഇപ്പം ഞാൻ എടുത്ത എല്ലാ കറിയും എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. പക്ഷെ ഒരെണ്ണം മാത്രം ചേർത്തില്ല, നമ്മുടെ ചിക്കൻ ചേർത്തിട്ടില്ല. ബാക്കി എല്ലാം ഞാൻ ചേർത്തു. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർക്കാൻ പോകും. നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മുടെ ആ ചിക്കനിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് ആ ഫുൾ ഗ്രേവി ആ ചിക്കനിൽ അങ്ങോട്ട് പിടിക്കണം. അത് തന്നെയാക്കണം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഊറുവേ. അന്നേരം ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ചേർത്തേക്കുമല്ലേ അരപ്പില്ല, അപ്പോൾ ഇച്ചിരി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വരും. അന്നേരം ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഇപ്പോൾ ഒഴിക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ വെന്ത് കിട്ടാനുള്ളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ലാസ്റ്റ് വാങ്ങാൻ നേരത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാനുള്ളതാണ്. അന്നേരം പിന്നെ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഞാൻ ആ ഒഴിച്ച വെള്ളം എല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടാൽ ഇറച്ചിക്കറി റെഡിയാണ്. ഇറച്ചിക്കറി റെഡിയാവില്ല, തേങ്ങാപ്പാലും കൂടെ ചേർക്കാനുള്ള പരുവത്തിലാവും. എൻ്റെ ചിക്കൻ കറി ഈ പറഞ്ഞ കൂട്ട് ഞാൻ എല്ലാം ചേർത്തു. എന്ന് വെച്ചാൽ എന്നാന്നറിയോ, ഞാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ചെറിയ സിമ്മയിലിട്ടേക്കുവാ. ഇട്ടപ്പോൾ എന്നാ പറ്റിയെന്നറിയാവോ, അത് ഇങ്ങനെ ഇരുന്നിരുന്ന് നല്ല മണമുണ്ട്. അത് മാത്രമല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അത് എന്നാ പറയുന്ന നമുക്കറിയാമല്ലേ, തേങ്ങാപ്പാൽ ഇനി ചേർക്കാനുള്ളത് തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കറി ഉണ്ടല്ലോ, ഈ കറി സത്യം പറയുവാന്നേലും ഒന്നെങ്കിൽ വൈറ്റ് റൈസ്, പക്ഷേ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ മിക്ക പേരുടെ വീട്ടിൽ നമ്മൾ ചോറുണ്ണുകയില്ല, എന്നേലും കാപ്പിയായിരിക്കും. അഥവാ ചോറുണ്ണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചെമ്പാവരി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കില്ല, നമ്മുടെ വൈറ്റ് റൈസേ കഴിക്കാവുള്ളൂ ഇന്ന്. അല്ലെങ്കിൽ നല്ല ബേക്കറി ബ്രെഡ് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാമെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവി വരുന്തോറും എൻ്റെ രുചി നല്ലതായിട്ട് വരുന്നുണ്ട്. മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടാൻ മറക്കരുത്. കുറച്ച് കറിവേപ്പില കാര്യമായിട്ടിടേണ്ട, കുറച്ചിട്ടേച്ചാൽ മതി. പിന്നെ ഇനി ലാസ്റ്റ് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ആ ഗ്രേവി എന്തോരം വേണം അതനുസരിച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഞാൻ നേരത്തെ ചേർത്ത കുറച്ച് വെള്ളം ഇതിനകത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ എന്നാന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങ് ഓഫ് ചെയ്തുക. അപ്പം തേങ്ങാപ്പാൽ തിളയ്ക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് തീ കൂട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിരിയാനൊന്നും പോകുന്നില്ല, നല്ലതായിട്ട് വരത്തേ ഉള്ളൂ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തേക്കുക. ഞാൻ തിളച്ചു, തീ ഓഫ് ചെയ്തു. ഇനി എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതൊന്ന് പ്ലേറ്റ് ചെയ്യണം, അത്ര. ഗോവൻ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് റൈസ് ഞാൻ വെച്ചിട്ടുണ്ട്, ബ്രെഡും വെച്ചിട്ടുണ്ട്. ബ്രെഡ് കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ബ്രൗൺ ബ്രെഡൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലും ബ്രൗൺ ബ്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ നല്ലത് നമ്മുടെ സാധാ ബേക്കറി ബ്രെഡ് തന്നെയാണ് കേട്ടോ. അതും ഈ ചൂട് കറിയും കൂടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാന്ന് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോറിനെക്കാട്ടിലും ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഡിന്നർ അങ്ങോട്ട് കോളാക്കണ്ട, നമ്മുടെ ഡിന്നർ ഏറ്റവും നല്ലതാക്കണം. ഇത് അഥവാ ചെയ്യാൻ നേരം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ എപ്പിസോഡ്സിലൊക്കെ എന്തെല്ലാം നല്ല സ്പെഷ്യൽസാണ് ചെയ്ത. ഇന്തോനേഷ്യ ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. ഡൽഹി വരെ പോയി, സൗത്ത് ആഫ്രിക്ക വരെ പോയി, ഡൽഹി വരെ പോയി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ, കളയരുതേ. തൽക്കാലം തിരിച്ചു വരാം. ഞാൻ അങ്ങ് പോയേക്കുമായിരുന്നു. അങ്ങനെ പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടി ഞാൻ നന്നായിട്ട് എല്ലാ രാജ്യമൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് പ്രേക്ഷകരോടും കൂടെ ഒന്ന് പങ്കുവെക്കണ്ടേ. പിന്നെ സത്യം പറഞ്ഞ ബീനായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞ ചേട്ടാ ഫീൽഡിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ദുബായി പോയത്. എനിക്ക് ഷോയ്ക്കാ പോയത്. എനിക്ക് ഒന്നും അറിയാൻ മേലായിരുന്നു, ഷോയിൽ എന്നാ ചെയ്യണം, ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ബീനയും തസ്നിയും വന്നു എൻ്റെ ഒരു
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിന്ന് എനിക്ക് ആ പറഞ്ഞു ഷോ എന്നോട് ചെയ്യാൻ എന്താ പേരെന്താ സംതിങ് സ്പെഷ്യൽ. അവിടെ തുടങ്ങി ഇതേ ദൈവനമ്പുരാൻ അനുഗ്രഹിച്ച് ഇവിടം വരെ നല്ല കാര്യം. ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ തന്നെയാ പോന്നെ. പക്ഷെ എനിക്ക് അതിനകത്ത് ഏറ്റവും സന്തോഷം എന്താ പറയാ, ഈസ്റ്റർ ആയിട്ട് പിന്നെ എന്റെ കിച്ചണിലേക്ക് വന്നതാ എന്റെ ഏറ്റവും വലിയൊരു പിന്നെ മാത്രല്ല കേട്ടോ, ചേട്ടനോട് വന്നതിൽ എനിക്ക് ഒത്തിരി തീർച്ചയായിട്ടും നിങ്ങള് ക്രിസ്ത്യാനികൾ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. അതെന്താ കളിയാ? ഇവിടെ അത് പറയേ ചെയ്യരുത്. ഇവിടെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു ഇവിടെ അങ്ങനെയല്ല, നമ്മള് ജീവിക്കുന്നത് ഹിക്രു എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. ഹിക്രു എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യാനികളെ ചേർന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനെയല്ലേ? അതിന് പുതിയ ജാതിയുടെ പേരത് ഹിക്രു സമ്പ്രദായം എന്ന് പറയുന്നത്, സമുദായമല്ല. ഹിക്രു സമ്പ്രദായം. ഹിന്ദു ക്രു. ഞാൻ മനസ്സിലായി. ദൈവമേ, ഇതിനകത്തൊക്കെ ഞാനും ചേരേണ്ടി വരും. ആ സഭയിൽ മാമോദിസ മുങ്ങേണ്ടി വരുമോ? അതിൽ മാമോദീസ ഒന്നും മുങ്ങണ്ട, അതിൽ മനുഷ്യനായാൽ മതി. അത് കറക്റ്റ് ആട്ടോ. അത്ര ഒന്നും വേണ്ടല്ലോ, ഒന്നും പഠിക്കണ്ട, ഒരു വേദങ്ങളും പഠിക്കണ്ട. അവിടെ മനുഷ്യത്വം എന്നൊരു സാധനം. മനുഷ്യത്വമാണ് അവിടുത്തെ മതം, മനുഷ്യത്വമാണ്, മനുഷ്യനാണ് അവിടുത്തെ ദൈവം. ഈസ്റ്ററും ഓണവും വിഷുവും റംസാനും എല്ലാം. ശരിക്കും സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഇന്ന് മനോജേട്ടൻ ശരിക്കും ഇവിടെ ഒരു നമുക്ക് ഈസ്റ്ററിന്റെ ഒരു നല്ലൊരു മെസ്സേജ്, നല്ലൊരു സന്ദേശമായി ഇന്ന് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ഇപ്പൊ ഞങ്ങള് 10 വർഷത്തിലേറെയായി. ഞങ്ങൾ ഹിക്രു അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ ഹിന്ദുവാണ്, ഇതാണ് ക്രിസ്ത്യാനാണ്, പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ ഇതും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഒരിക്കലും ഉണ്ടാവൂല. മനസ്സിലായില്ല. അത് എൻ്റെ മകനെ സംബന്ധിച്ചിട്ട് അവന് ഞാൻ പള്ളിയായാലും അമ്പലമായാലും മുസ്ലിം മോസ്കായാലും എല്ലാം നമ്മൾ വണ്ടിയിൽ കാറിൽ പോകുമ്പോഴോ ബൈക്കിൽ പോകുമ്പോഴോ ഞാൻ അവനോട് പറയും, അവനെ തൊഴുവ്, അവിടെ എല്ലാം ദൈവമാണ്. പിന്നെ തീർച്ചയായും മനസ്സിലായില്ല. അപ്പോൾ എല്ലാം അവനെയും അതുപോലെ നമ്മളൊരു പുതിയ തലമുറയും ഇതിൻ്റെ അപ്പുറത്തെ മതങ്ങളുടെ അപ്പുറത്തേക്ക് വാർത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒന്നിൽ തന്നെ ഒതുങ്ങിക്കൂടണ്ട. തീർച്ചയായിട്ടും. അല്ല, പ്രത്യേകിച്ച് നമ്മൾ സിനിമാക്കാർ, ഞാൻ പറയുന്നു, സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പൊതുവെ അങ്ങനത്തെ ഒരു വളരെ വിശാലമായ കലാകാരന്മാർക്ക് പൊതുവെ അങ്ങനെ ഈ ഒരു ഭയങ്കര അഡമന്റ് ആയിട്ട് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യൻ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നാണ് കല്യാണം കഴിച്ച് ഞാൻ വന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ തന്നെ കാടാമ്പുഴ അമ്മയുടെയും മറ്റേ ഇവിടത്തേക്ക് ഒരു ഫോട്ടോ എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ വെച്ചിട്ടാണ്. മൂകാംബിക അമ്മയുടെയൊക്കെ ദേവിയുടെയൊക്കെ ഫോട്ടോ എൻ്റെ അന്തോണിസ് പുണ്യാളിലും യേശു എല്ലാവരും ഇരിക്കുന്നുണ്ട്. അന്നൊന്നും ഞാൻ ഈ ഇങ്ങനത്തെ ഒരു തോട്ട് പോലും ഇല്ല ചിന്തിക്കാം. പക്ഷെ ഞാൻ കലാകാരൻ ആയപ്പോൾ ഒരു കലാകാരി എന്നുള്ളൊരു, പക്ഷെ എനിക്കെന്തോ അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഒരു ഇത് വേണം എന്നൊരു ഒരു ഇത്. അപ്പം അങ്ങനെ എനിക്കൊന്നും എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു. 7ാം ക്ലാസ് മുതൽ എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു കുരിശുണ്ടായിരുന്നു. 7ാം ക്ലാസ് മുതൽ, അല്ല 6ാം ക്ലാസ് മുതൽ ഒരു കുരിശ് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നതാണ്, ജോസ് കെ പോൾ എന്ന് പറഞ്ഞാൽ. അവൻ ഒരു ദിവസം എനിക്ക് തന്നൊരു ഈ രാത്രി തിളങ്ങുന്ന സൈസ് കുരിശ്. അത് ആ കുരിശ് എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ എൻ്റെ കൂടെ എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു. ഞാനിടയ്ക്ക് ഗൾഫിൽ പോയപ്പോഴാണ് അത് മിസ്സായത് എനിക്ക്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ മുമ്പ് ഈ പറഞ്ഞ പോലെ എല്ലാരും നമുക്ക് വേണമെന്നൊക്കെ കുരിശ് പോയതിനു ശേഷമാണ് ഈ ഒരു കുരിശ് ഒരു ഈസ്റ്ററിന് അങ്ങോട്ട് ഞാനും അതും ശരിക്കും കുരിശെടുത്ത് വയ്ക്കുന്നത് നമ്മളല്ലേ? അല്ല ആരാ കുരിശെടുത്ത് വെക്കുന്നത്? കുരിശല്ല, മലയാറ്റൂർ പള്ളിയിലെ കുരിശും പിടിച്ച് കയറുന്ന കംപ്ലീറ്റ് ആണുങ്ങളാണ്. ആണുങ്ങളുടെ തോളത്താണ് കുരിശ്. കുരിശ് വെച്ചത് ഞാൻ ഈ ഒരു കുരിശിലെടുത്ത്. അല്ലല്ല, ഞാൻ കാര്യം പറഞ്ഞത് അല്ല, അത് കല്യാണം നടന്നതും ഈസ്റ്റർ മാസം. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഇതുപോലെ ഞാൻ വേറൊരാളോട് ചോദിക്കുമ്പോ ഇതുപോലെ പറയും. കല്യാണം നടന്നതും ഒരു ഈസ്റ്റർ മാസം. കല്യാണം ഏപ്രിൽ 24 കല്യാണം. ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം. അത് ഇവിടെ നിന്നാ പറ്റില്ല, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എന്നാ അങ്ങനല്ല, നമുക്ക് അവിടെ ഇരുന്ന് ഈ കാര്യമായിട്ട് കേൾക്കണം. സത്യം. ഈസ്റ്ററില് നമ്മുടെ അല്ല കിച്ചൺ മനോജേട്ടാ ആനീസ് കിച്ചണിലെ ആനീസ് ചിക്കൻ. അത് തന്നെ. അതായത് ഈ ഞങ്ങളിപ്പം പൊതുവെ ഞങ്ങൾ സീരിയലുകാരാണ്. അപ്പൊ ഈ സിനിമാക്കാർക്കും സീരിയലുകാർക്കും തമ്മിലൊരു ഇത് പറഞ്ഞിട്ടുണ്ട് പൊതുവെ. എന്ന് വെച്ചാൽ സിനിമാക്കാർ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്വീകരണ മുറി വരെ കയറാൻ പാടുള്ളൂ എന്നല്ല, അവിടെ അവരിയ്ക്കും. പക്ഷെ സീരിയലുകാർക്ക് അടുക്കള വരെ കയറാന്ന് പറയണേ. സത്യം. അത്രയും സ്വാതന്ത്ര്യം നമ്മുടെ പ്രേക്ഷകർ. അങ്ങനെ 2 സീരിയലുകാർ ഒരു അടുക്കളയിലേക്ക്. എനിക്കത് സന്തോഷിച്ചത് സത്യം. എനിക്ക് എന്റെ അടുക്കളയിൽ അത്രയും സ്വാതന്ത്ര്യം ആയിട്ട് വന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ തന്നെയും എന്റെ ആനീസ് കിച്ചൺ അങ്ങനെ ഇതുവരെ ദൈവനമ്പുരാൻ അനുഗ്രഹിച്ച് എല്ലാവരും വരുന്നവരും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. വളരെ മനസ്സ് നിറഞ്ഞ്, സത്യം മനസ്സ് നിറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ മനസ്സ് നിറഞ്ഞ ആഹാരവും തൃപ്തിയോടും കൂടിയാ കൊടുക്കുന്നത് അല്ലേ. എനിക്ക് ഒത്തിരി വിശേഷം കേൾക്കാനുണ്ട്. ഇനി ഇടയിലൊന്നും പറയരുത്, എല്ലാം ബാക്കി അവിടെ ഇരുന്ന് പറയാവുള്ളൂ. വരും.
പെണ്ണുകാണൽ ചടങ്ങാ. അത് അല്ല വന്ന് ഭയങ്കര നാണം. അത് കൊണ്ടുവരുമ്പോ ഒരു ചിരി ചിരിച്ചപ്പോ എനിക്കൊരു സംശയം, അതുപോലെ പരീക്ഷണ വസ്തുവാണോ? സത്യം ഉറപ്പായിട്ടും അല്ലേ, കണ്ടിട്ടില്ലേ അത്? എന്താ സംഭവം? ഇന്നത്തെ ഏര നിങ്ങൾ രണ്ടുമാണ്. അത് മനസ്സിലായി. ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അന്ന് അന്ന് പരീക്ഷിക്കുന്നത് വരുന്ന വരുന്ന ഗസ്റ്റ് ആൾക്കാരായ ആണ്. ഏരകള്. ഇതെന്താ സംഭവം? ഇതെന്താന്നാ, ഇത് ഗോവൻ Diamond കോക്ക്. അതങ്ങനല്ല, പുതിയ പേരിടരുത്, അപ്പൊ എനിക്ക് കൂടെ കൺഫ്യൂഷൻ ആവും. ഇനി ഞാൻ അതാണ് ഉണ്ടാക്കിയത് എനിക്ക് സംശയം വരും. ഇത് ഗോവൻ കോക്കനട്ട് ചിക്കൻ കറി. തേങ്ങ അരച്ച ചിക്കൻ കറി നമ്മുടെ നാട്ടിൽ പറയുന്നത്. ആ നാട്ടില് പറയുമ്പോ തേങ്ങ ഗോവൻ എന്ന് പറയുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളമായിട്ട് കുറച്ച് കുറച്ച് ടച്ചുണ്ട്. കുറച്ച് നമ്മുടെ അതിനകത്ത് കറിവേപ്പില ഒത്തിരി ഇടും. നമ്മളുമായിട്ട് ഒത്തിരി ചേർച്ചയുണ്ട് അവിടുത്തെ കറികളൊക്കെ അല്ലേ. കറികള് പറഞ്ഞ പക്ക ഗോവൻ വെച്ചിട്ട് സ്പൈസിയാ, ചിലടത്ത് സ്പൈസിയാന്നു, ചിലടത്ത് മധുരമാന്നു. ഈസ്റ്ററിനാ കല്യാണം നടന്നതെന്ന് പറഞ്ഞേ. പിന്നെ ഈസ്റ്ററിന്റെ കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഈസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. കാര്യം എന്നാന്നറിയാം, നമ്മുടെയൊക്കെ വീട്ടില് സത്യം പറഞ്ഞ ക്രിസ്ത്യൻസിന്റെ ഇടയിലൊക്കെ ആണെന്നില്ല അന്ന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ. നമുക്ക് ആ സമയത്ത് നോമ്പ് ടൈമോ അല്ലേ. പിന്നെ ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ്, നോമ്പെല്ലാം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ 24 ആയിരുന്നു. എല്ലാം നോമ്പൊക്കെ എടുത്ത് അതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ആകെ ജീവിതത്തിൽ നോയമ്പെടുത്തേക്കുന്നത് ആ ഈസ്റ്റർ മാത്രം. ജനിച്ചിട്ട് സത്യക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പക്ഷെ അതിന്റെ പുണ്യം അവർക്ക് കിട്ടി. എവിടെ എല്ലാം കൂടെ ഒന്ന് ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി നോയമ്പെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹം. അതല്ല നോക്ക് ബീന, നോക്ക് മനോജേട്ടന് പുണ്യവും മനോജേട്ടന് കുരിശും. അല്ല അവളുടെ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ആ നോയമ്പിന്റെ പുണ്യം അല്ലേ. എന്താ? അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ലവ് അഫെയർ മാരേജിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇത്രയൊക്കെ അവിടെ ഇവിടെ തൊട്ടാ പറഞ്ഞു. ചുമ്മാ എങ്ങനെയാ ലവ് തുടങ്ങിയത്? ഞാൻ കേട്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല, പ്രേക്ഷകരും കേട്ടിട്ടില്ല. ലവ് മാരേജ് ആണെന്ന് അറിയാം. സംക്ഷിപ്ത രൂപം പറയാം. ഒരു കുറച്ച് സമ്മറി. സമ്മറി ചെറുതായിട്ട് ചെറുതാക്കണേ. അതായത് അത് ഭയങ്കര കഥയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു എപ്പിസോഡ് 2-3 എപ്പിസോഡ് വേണ്ടിവരും. അപ്പൊ കൊച്ചാക്കണമെങ്കിൽ മുംബൈയിൽ ആണ് നമ്മൾ കണ്ടുകൂട്ടുന്നത്. മുംബൈയിൽ വെച്ച് കണ്ടുകൂട്ടി. അന്നാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഞങ്ങൾ തമ്മിൽ അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ ഷോ കഴിഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടി. അതൊരു വലിയ സംഭവമായിരുന്നു. സംഗീതം ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലായതാണ്. കാരണം അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന 2 ആർട്ടിസ്റ്റുകൾ എന്നല്ലാണ്ട് ഹായ് ഇത്രേ ഉള്ളൂ. ഈ പാട്ട് ഞാൻ പാടിയതിനു ശേഷം ഇവളുടെ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഞാൻ ആങ്കറും ചെയ്യും. നല്ല മൂടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ നല്ല മൂടി പോവാണ്. 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2ാമത്തെ പ്രോഗ്രാമിനാണ് ഞാൻ ഒരു പാട്ട് പാടിയത്. അപ്പോൾ ഇവള് താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചിയും ഇവരുടെ ഫാമിലി ഫ്രണ്ട് അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൽ പാസ് ചെയ്തപ്പോൾ എക്സ്ക്യൂസ് മീ മനോജ്, പാട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു. ഞാൻ പറഞ്ഞു ബീനയുടെ ഡാൻസ് നന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശംസ അങ്ങോട്ട് ചൊരിഞ്ഞു. വെറുതെ ചൊരിഞ്ഞിട്ട് അത് ഇത്രയും വലിയ കുരിശാവും മനസ്സിലായില്ലേ. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നല്ല ഫ്രണ്ട്സായി. അപ്പം ഞാൻ പറഞ്ഞു നല്ല നാട്ടിലുള്ള പ്രോഗ്രാംസ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ബിന വരുമല്ലോ അല്ലേ, വരാൻ കുഴപ്പമില്ല. നമ്പർ വാങ്ങിച്ചു, പക്ഷെ വിളിച്ചൊന്നുമില്ല. പെണ്ണെ ചുമ്മാ വെറുതെ ഒന്ന് ചിരിച്ചോണ്ടിരിക്കരുത് കേട്ടോ. അവളെ കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ്ട് ഞാൻ കുറച്ച് കഥകൾ അങ്ങോട്ട് ചോദിക്കാണ്ട് കേട്ടോ, നീ ചിരിക്കണ്ട. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നീട് എപ്പോഴോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സായി, നല്ല ഫ്രണ്ട്സ്. അത് കുറെ കഴിഞ്ഞ ശേഷം ടിനി ടോമിന്റെ കല്യാണത്തിന് ശേഷം കണ്ണുനീർ തുടങ്ങി. ഞാനും കരഞ്ഞു. അങ്ങനെ കരയല്ല, എൻ്റെ മുമ്പിൽ പെണ്ണ് സ്ത്രീ കരയരുത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അവിടെ വെച്ച് ഞങ്ങൾ പിന്നീട് ടിനി ടോമിന്റെ കല്യാണത്തിലാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. ആഫ്റ്റർ ബോംബെ. അപ്പോൾ അന്ന് എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിലൊരു ഷോയ്ക്ക് ഇവളെ വെച്ച് കൊണ്ടുവരുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇല്ല, എന്തോ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കണ കേസൊന്നുമില്ല, എനിക്ക് അവരായിട്ട് വലിയ പരിചയമൊന്നുമില്ല ഒരു പ്രോഗ്രാമിന്. അപ്പോൾ ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനാൻ്റെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറഞ്ഞു നടക്കണ കേസല്ല, ഞാൻ സംസാരിക്കില്ല, അത് വിട്ടേക്കാൻ പറഞ്ഞു. ഇവരെന്നോട് ചോദിക്കാതെ നോട്ടീസിൽ പേരും വെച്ചു. എന്നിട്ട് എനിക്ക് നോട്ടീസ് കൊണ്ട് തന്നേക്കാം. ഞാൻ പറഞ്ഞത് ആരോട് വെച്ചിട്ട് ഇനി അനുഭവിച്ചു എനിക്കൊന്നും അറിയാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും ഒക്കെ എൻ്റെ ഒരു സഹായിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ടിനിയുടെ കല്യാണത്തിനും ഇതുപോലെ ഞങ്ങളൊരു അത് കഴിഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വരുമ്പോൾ. അവർ അങ്ങനെ ആലുവയിൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇവനും കൂടെയുണ്ട്. അപ്പോഴാണ് ഇവളും അവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായി കല്യാണത്തിന്. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ചോദിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട്, അപ്പോൾ ഇവള് ചോദിച്ചാൽ പുള്ളി എന്താ പറയണമെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ എന്താ ഡേറ്റ്? ഒരു 25th ഞായറാഴ്ച. അന്ന് ഞാൻ ഫ്രീ ആണല്ലോ വരാമെന്ന് പറഞ്ഞു.
ഫ്രീ ഒരു അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ട് പൈസ ഇല്ലാത്ത പരിപാടിയല്ലേ ഇത് അന്നേരം പറയാനും പറ്റുമോ? ഞാൻ പിന്നീട് ഫോൺ ചെയ്ത് പറഞ്ഞു ബീന ഒന്നും വിചാരിക്കരുത്, പൈസ ഇല്ലാത്ത പരിപാടിയാണ്, അതുകൊണ്ട് വരണമെന്നൊന്നുമില്ലെന്ന് പറഞ്ഞാൽ. അയ്യോ അത് കുഴപ്പമില്ല, എന്തായാലും ബീന പറഞ്ഞതല്ലേ, നമുക്ക് ഞാൻ വരാം, കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണല്ലോ. മനുവിൻ്റെ അപ്പോൾ ഇതിൻ്റെ അതല്ല മിണ്ടാതി, അതല്ല സംഭവം. അല്ല ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം, എൻ്റെ വീട്ടിലും വരാലോ, പറവൂരാണേ, പറവൂർ, അപ്പം എൻ്റെ വീട്ടിലും കയറാം. അപ്പം ആ വഴി കൂടെ ഇതൊക്കെ ഞാൻ പിന്നീടല്ലേ അറിയുന്നത്. അല്ല ഇവർക്ക് എന്തോ എന്നോടൊരു എന്തായിരിക്കും എനിക്കറിയില്ല. അല്ല നീ പിന്നെ എന്തിനാ ഇല്ലെങ്കിൽ പൈസ ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഫംഗ്ഷന് സമ്മതിക്കുകയും ഞാൻ പോയിട്ട് എത്രയോ ഫംഗ്ഷൻ പോയിട്ടുണ്ട്. അങ്ങനെ നീ ഇപ്പൊ പറയട്ടെ, ഇത് കണ്ടോണ്ടിരിക്കണവരൊക്കെ ഇനി വല്ല പരിചയക്കാരൊക്കെ വിചാരിക്കണ്ട, ചില അങ്ങനെ വിചാരിക്കണ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആൾ ഇപ്പൊ കഴിഞ്ഞു, ഇനി ആരും വിചാരിക്കണ്ട, പെട്ടാളെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ ഉദ്ഘാടനത്തിന് അവിടെ വന്നു. അപ്പോൾ അന്ന് അന്നിപ്പോൾ രാവിലെ ഞാൻ വിളിച്ചിട്ട് ബീനോട്, ബീന അപ്പോൾ വൈകുന്നേരമാണ് ഫംഗ്ഷൻ, അവർ വണ്ടിയായിട്ട് വരും. ഉച്ചയായി എന്നെ വിളിച്ചിട്ട് പറയണേ, അതെ മനോ എനിക്ക് തീരെ സുഖമില്ല, ഭയങ്കര തലവേദന, പനി മാറി വന്നു, ഛർദിയിൽ, എനിക്കെന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഞാൻ ഞെട്ടിപ്പോയി, കാരണം അവിടെ ഇങ്ങനെ ഇത്രയും അറ്റത്തെത്തി നിന്നിട്ടേ ഞാൻ പറഞ്ഞു ചതിയായി പോയില്ല. അല്ല എനിക്ക് തീരെ സുഖമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ടൊന്ന് പോകും. ഞാൻ ഇവരുടെ ഒപ്പം ഞാനും ചെന്നു, എനിക്കറിയണമല്ലോ സംഭവം. ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവള് റെഡി ആയിട്ട് ഇരിപ്പുണ്ടോ അവിടെ, നല്ല മിടുക്കിയായിട്ടിരിക്കണം. ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക. ആ വണ്ടിയിൽ കയറി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്പടി കളേ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ. അപ്പോൾ വരുന്ന വഴിക്ക് വരാപ്പോഴേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ വണ്ടി ഒന്ന് നിർത്ത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി. ഞാൻ വണ്ടി നിർത്തി, വണ്ടിയിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങും, ഞാൻ ഇവർ ഛർദ്ദിക്കുകയാണ്, ഭയങ്കര വൊമിറ്റിങ്. അപ്പം എനിക്ക് മനസ്സിലായി സംഭവം സീരിയസ് ആണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഇളയച്ചൻ ഡോക്ടറാണ്, എൻ്റെ ഇളയച്ചൻ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ വേഗം ചിറ്റ വിളിച്ചിട്ട് ചിറ്റ കൊച്ചിനോടൊന്ന് പോകില്ലെന്ന് പറയാം, സൺഡേ ആണല്ലോ, ഒന്ന് ഇങ്ങനെ ബീന വരുന്നുണ്ട്, അപ്പോൾ സുഖമില്ലാതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇളയച്ചൻ്റെ അടുത്ത് പോയി, ഇളയച്ചൻ നോക്കി മരുന്നൊക്കെ തന്നു, എൻ്റെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഒരു കണക്കിന് ഇതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. തിരിച്ച് വീട്ടിൽ കൊണ്ട് മുതലിനെ അവിടെ ആക്കിയിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, ഒരു ഉരുണ്ട് കയറ്റവും മനംപരട്ടിലൊക്കെ ആയിട്ട് ഞാൻ നേരെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് ഞാൻ പോകേണ്ടിയിരുന്നത്, ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു എന്നെ വീട്ടിൽ ഇറക്കിയേക്ക്. വീട്ടിൽ ചെന്നത് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല, ഞാൻ വേഗം പോയി കിടന്നു. പക്ഷെ ഇത് തന്നെ സെയിം ഛർദിലൊക്കെ പകരുന്നെന്ന് ആദ്യമായിട്ട് മനസ്സിലായി. പനി മറ്റേ ഇതൊക്കെ പറയാറ്. ഈ സംഭവത്തോടുകൂടി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി ഇത്. അപ്പം അന്ന് വെളുപ്പിനും ഇതുപോലെ, അപ്പം രാവിലെ തലവേദന, ഇത് എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഡാഡി എന്നെ വിളിച്ചു, മനുവിൻ്റെ ഡാഡി, മോളെ സുഖം, പക്ഷെ ഇവിടെ മനോജൻ ഇങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പം ഞാൻ വിളിച്ചു എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാഷ്വൽട്ടൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നാൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്സ് അല്ല, അതിനുശേഷം ഞാനൊരു മെസ്സേജ് വിട്ടു, പക്ഷെ മനസ്സിൽ എന്തോ ഒരു സ്പാർക്ക് വീണു. രണ്ടുപേർക്കും ഉണ്ട്. കാരണം എനിക്ക് ഇവളോട് തോന്നിയ ഒരു പിന്നെ ആദരവെന്ന് പറഞ്ഞാല് ഇത്രയും സുഖമില്ലാതിരുന്നിട്ടും ഈ കുട്ടി ക്ഷമയോടെ ആ പരിപാടി അറ്റൻഡ് ചെയ്തല്ലോ. എനിക്ക് അതൊരു വലിയ മനസ്സിലൊരു സ്നേഹവും ബഹുമാനവും തോന്നി. ഓഫ് കോഴ്സ് ഭാര്യമാരോട് സ്നേഹവും ആദരവും ബഹുമാനവും വേണം കുട്ടി. അത് അന്ന് കഴിഞ്ഞു, പിന്നെ അതിനുശേഷം നല്ല ഫ്രണ്ട്സ് ആയി. ഒന്നും പറഞ്ഞില്ലേ, അപ്പോഴൊന്നുമല്ല, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ മാസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ രാത്രികളിൽ സംസാരങ്ങൾ ഇങ്ങനെ തുടർന്ന് തീരുമാനം എടുത്തു ഇനി ഇങ്ങനെ അല്ല വർക്ക് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ഞാൻ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടേ രാത്രി സംസാരിക്കുക, എന്നും രാത്രി ഇതൊരു ശീലമായി. അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യമില്ല, നമുക്കിനി സംസാരിക്കണ്ടല്ലേ, ഇത് അങ്ങനെ പറഞ്ഞു, നമുക്ക് ഇതൊരു ശീലാക്കണ്ട. അങ്ങനെ ഞങ്ങൾ സംസാരം നിർത്തി. പക്ഷെ സംസാരം നിർത്തി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ. സ്റ്റോപ്പ് ചെയ്യാൻ നാളെ മുതൽ അല്ല, അന്ന് വിളിച്ചിട്ട് 10 മണിക്ക് വിളിച്ചിട്ടേ 10:15 ഞാൻ പറഞ്ഞു ശരി, നമ്മളിപ്പോൾ അറിയാണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇനി കട്ട് ചെയ്യാം. 10:15 കട്ട് ചെയ്തു. എവിടെ വല്ല രക്ഷയുണ്ട്, രണ്ടുപേർക്കും പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഞാനില്ലേ മനുവിന്റെ ഫ്രണ്ട് ഞാനൊരു മൊബൈലിൽ ഒരു മെസ്സേജ് എന്തായാലും ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമല്ല, അപ്പൊ പ്രണയം ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാ?
ഞാൻ ചോദിച്ചു ഞാൻ മനുവിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു കെട്ടാന്നോ കെട്ടാന്നല്ല, ഞാൻ ചോദിച്ചു പ്രായം എത്രയാണെന്ന് ചോദിച്ചു ഇദ്ദേഹത്തിന്റെ. അല്ല പ്രായം അറിയണ്ടേ, നമുക്ക് പ്രായമൊന്നും അറിയില്ലല്ലോ. ഉള്ള കുട്ടിയായിരുന്നു. അപ്പൊ പ്രായം ചോദിച്ചപ്പോ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ പ്രായം ചോദിച്ചപ്പോ ആ ഫ്രണ്ട് മനുവിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പ്രായമൊക്കെ ചോദിക്കണ്ട്, പണി വാളി. നിന്റെ പ്രായം ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് എന്റെ പ്രായം ചോദിച്ചത്? ഞാൻ പ്രായം അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ചു. അത് ആളുകൾ നിൽക്കുമ്പോഴേ എന്റെ കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോഴാണ് ചോദിച്ചത്. ഞാനാണോ നല്ല മനു ചോദിച്ചത്? ഞാനാണോ ചോദിച്ചത്? അല്ല, ആണെങ്കിലും സത്യത്തിൽ നിങ്ങളാണ് തോന്നുന്നത് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ വല്ലതും പറഞ്ഞാലോ, നമ്മൾ കുഴി ചെന്ന് ആരെങ്കിലും കുഴിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും ചാടാറുണ്ടോ? അന്ന് ചാടിപ്പോയി. ആ കുഴിയാണെന്ന് അറിയാതെ ചാടി പോവാൻ പക്ഷെ അത് കുഴിയായിരുന്നില്ല, അത് മുല്ലപ്പൂ കൊണ്ടുള്ള ഒരു പട്ട് മെത്തയായിരുന്നു. മനോജേട്ടാ ശരിക്കും മിമിക്രി വഴിയാണോ നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത്? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 1992 ക്യാമറയുടെ മുമ്പിൽ വന്നവനാ. എന്നിട്ട് 1992 ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മൊത്തം ഒരു ദൂരദർശനം ഉണ്ടായിരുന്നു. ആകെ ഒരു സീരിയലിൽ അഭിനയിച്ചു, ഐതിഹ്യമാല, എൻ ബിഷറലി സാറ്. പക്ഷെ നമുക്കിത് അറിയില്ല, ഈ സാധനം വരുമോ ഇല്ലേന്നോ, നമുക്കിതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ വീട്ടുകാർ പറയണേ, നീ ഇത് നോക്കി ലോട്ടറി എടുക്കണ മാതിരിയാണ്. എന്നെക്കാളും സ്വന്തം കാലിലൊക്കെ നിന്നൊരു ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പോയി. അന്ന് ഗൾഫിൽ പോകുന്ന വലിയ സംഭവമല്ലേ. 3.5 വർഷം സൗദി പോയി. അങ്ങനെ അവിടെ കിടന്നതിന് ശേഷമാണ് തിരിച്ച് വന്നതിന് ശേഷം മിമിക്രിയില് ആ സമയത്ത് മിമിക്രി ട്രൂപ്പിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സീരിയലിന് ഓഫർ വന്നു എനിക്ക്, പല സ്ഥലങ്ങളിൽ ഇത്. അപ്പം പക്ഷെ എനിക്ക് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രൂപ്പ് ആയതുകൊണ്ട് 10-25 ദിവസമൊക്കെ ഒരുമിച്ച് ഡേറ്റ് ബ്ലോക്ക് അല്ലേ നമ്മുടെ ഷോസ് കമ്മിറ്റഡ് ആയിരിക്കും. നിർത്തിയതിന് ശേഷമാണ് പിന്നെ അപ്പൊ മിമിക്രിയിൽ ചേരാൻ വേണ്ടി ചില പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നോ? അതോ അങ്ങനെയൊന്നുമില്ല. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ കൂട്ടുകാർ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാ? അന്ന് ഒരുപാട് എടുക്കായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം നിർത്തി. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല? ഇപ്പൊ ഒന്നുമില്ല. എന്നാലും നമ്മുടെ കംഫർട്ട് ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഒരാൾ എന്റെ അടുക്കളയിലും കൂടെ ഒന്ന് കാണാൻ അറിയത്തുന്ന ചിത്രത്തില് മമ്മൂട്ട്ക്ക ആനീസ് കിച്ചണിൽ വന്നേക്കുന്നു. ആനീസ് കിച്ചണിൽ വന്നിട്ട് പുള്ളി അത് കഴിച്ചിട്ട് പുള്ളി പറയണം, ചേ ഇങ്ങനെയാണോടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്? ഞാൻ വിചാരിച്ചു നീ ചിലൊക്കെ മാസ്റ്റർ ആയിരിക്കുമെന്ന്. നമ്മൾ ചുമ്മാ ചിക്കൻ ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വേവിക്കുക, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, കുറച്ച് മുളക് പൊടി, സാധനം ടേക്ക് നമ്മുടെ കസ്റ്റഡിയിലേക്ക്. അല്ലാതെ ഇങ്ങനെ ഇളക്കിയ പാല് പോലെ നടന്നു കഴിഞ്ഞാൽ ഇത് ഗോവൻ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ, പോയി പഠിച്ചിട്ട് വാ. ശരിക്കും അല്ലേ നമുക്ക് പറയുന്ന പോലെ തന്നെ. നമുക്കത് കാണാൻ ഒരു കാഷ്വൽ ഡയലോഗുണ്ട് പുള്ളി. ഇനി വേറെ ഒന്നുകൂടെ മഴയത്ത് മുമ്പിൽ ശരിക്കും എനിക്കിപ്പോ അതാ തോന്നിയല്ലേ, അതേമാതിരി ഇങ്ങനെ വരട്ടുന്ന മാതിരിയൊക്കെ തോന്നിയ. അത് ശരിക്കും വേറെ ഡയലോഗാണ്. അത് ചുമ്മാ ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരാളും കൂടെ. ഇത്രയും നല്ലൊരു ചിക്കൻ കറി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഗുരുവിനൊരു ഗുരുദക്ഷിണ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫീൽഡിലേക്ക് വിട്ടോണ്ടല്ലേ നമുക്ക്. എനിക്കതിൽ ഒരു കാര്യം പ്രത്യേകിച്ച്, ഞാൻ സിനിമയിൽ ഈ ആൺവേഷം കിട്ടിയതിൽ അത് രണ്ട് എനിക്ക് തോന്നുന്നു. അല്ല, സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് വേഷം കിട്ടിയ ഒന്ന് ആനിയും ഒന്ന് മീരയുണ്ട്, മീര ജാസ്മിൻ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ആനിയുടെ ഒരു ആൺവേഷം. കാരണം അത് മീര മീശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആനി പക്ഷെ കറക്റ്റ് ആ ഒരു കൗമാരക്കാരൻ പയ്യനില്ലേ, അല്ല അതൊരു വലിയൊരു ഇതായിരുന്നു കേട്ടോ. അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം. പിന്നെ എന്റെ ഗുരു എല്ലാം പറഞ്ഞു തന്നെ. നല്ല സിനിമ. ഞാനത് മിക്കപ്പോഴും വരുമ്പോഴും ഞാൻ കാണാറുണ്ട്. എനിക്ക് എന്തോ ആ സിനിമ ഇഷ്ടം. കരമന ചേട്ടന്റെ ഒക്കെ ക്യാരക്ടർ ഇല്ലേ, ഉന്നം പറ്റി. അല്ല, ഞാൻ 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ സിനിമ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. എന്റെ ഒരു ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് അത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു പ്ലസ് പോയിന്റ് തന്നെ. അത് ദൈവാനുഗ്രഹിച്ച് ചെയ്ത പടം ഒക്കെ തന്നെ. സത്യം. ഒരു കുഞ്ഞ്, അവൻ എത്ര പഠിക്കുന്നത്? 4th പഠിക്കുന്ന ആരോമൽ. പരീക്ഷ കഴിഞ്ഞോ? ഇപ്പൊ ഒരെണ്ണം കൂടിയുണ്ട്. ഇനി ഒന്നുകൂടെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു എക്സാം കൂടിയുണ്ട്. ഓക്കെ. ഹിന്ദി എക്സാമും കൂടെ കഴിഞ്ഞാൽ കഴിയും. അവന് പഠിത്തമാണോ ഇഷ്ടം? അത് അപ്പനെ പോലെ കല, അമ്മയെ പോലെ കലയിലൊക്കെ പോകാനാണോ? എല്ലാം ഓക്കെയാണ്. നല്ല ആർട്ടിസ്റ്റാണ് അവൻ. നല്ല ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് വരയ്ക്കും, പിന്നെ നന്നായിട്ട് അഭിനയിക്കും.
അത്യാവശ്യം നല്ല ഡാൻസ് ഒക്കെ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ട് ഡാൻസ് ടെലിഫിലിമിൽ അവൻ അഭിനയിച്ചുള്ളൂ, സാറിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടി അവന്. പക്ഷെ പിന്നീട് അവനെ അയക്കാഞ്ഞതുണ്ടോ പലരും വിളിച്ചത് ഒരുപാട് സംഭവങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിലായതുകൊണ്ട് അറിയാലോ, നമ്മൾ ഓൾറെഡി വർക്കുമായിട്ട് പുറത്ത്, പിന്നെ അതുകൊണ്ട് മാത്രം അവൻ അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ബീനെ വെച്ച് നോക്കുകയാണെങ്കിൽ പറയണേ, ബീന അഭിനയിച്ച് തുടങ്ങിയ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എണ്ണാൻ പറ്റിയല്ല അത്രമാത്രം ഫിലിമിലും ഈ പറഞ്ഞ പോലെ ഫിലിമിലും സീരിയലും ആയിട്ടുള്ള വളരെ കുറവുള്ളൂ. ഏറ്റവും കൂടുതൽ ശരിയാ ചേട്ടൻ പറഞ്ഞ സീരിയൽസ് ഇഷ്ടം പോലെ 40 ഫിലിം കണ്ടുള്ളൂ മാക്സിമം. പക്ഷെ സീരിയൽ കണക്കെടുക്കാൻ റെക്കോർഡ് ബ്രേക്കർ ആണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് മാറി സീരിയൽ ചെയ്തിട്ടുണ്ട്. ബീന ഇപ്പൊ ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ ഏതായിരുന്നു, സീരിയലായാലും ഫിലിമിലായാലും? ചോദിച്ചാല് നമ്മളെ എല്ലാ കഥാപാത്രങ്ങളും വളരെ ഇഷ്ടത്തോട് ചെയ്യുന്നു. ഒരു ബ്രേക്ക് തന്നത് തപസ്യയിലെ കഥാപാത്രം. തപസ്യയിലെ മറ്റേ നമ്മുടെ സാജൻ സാറിൻ്റെ തപസ്യ എന്ന് പറഞ്ഞ മനോരമ വിഷൻ്റെ സീരിയലായിരുന്നു എനിക്കൊരു ശരിക്കും ഒരു ബ്രേക്ക് കിട്ടിയത്. ഒരു എന്താ പറയുക, ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് ആളുകളുടെ മനസ്സിൽ ശരിക്കും ഇടം നേടിത്തന്ന ഒരു കഥാപാത്രമായിരുന്നു അനിത എന്ന് പറഞ്ഞ തപസ്യയിലെ വേഷം. ജോയ്സി മനോജേട്ടനും ബീനയും വർക്ക് ചെയ്തില്ല ഒരേ സീരിയലില്? ഞങ്ങള് ഒരെണ്ണത്തിൽ സിസ്റ്റർ ആയിരുന്നു, എന്റെ അനിയൻ. ഒന്നിലും ഞങ്ങള് ഭാര്യ ഭർത്താവ് സരയൂല്. എന്റെ അനിയനായിട്ട് ഒരെണ്ണം ചെയ്തു. നല്ല പാട്ട്. അതെ, ഈസ്റ്റർ ആയിട്ടൊരു നല്ല പാട്ട്. നല്ല പാട്ട്, ക്രിസ്തുവിന്റെ തന്നെ നല്ലൊരു പാട്ട്. നിങ്ങൾ പാടണം, നിങ്ങൾ പഠിക്കണം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പോരട്ടെ പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. പക്ഷെ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ചേട്ടാ, ഈസ്റ്റർ ദിനത്തിൽ വന്നിട്ട് എനിക്ക് ഇത്രയും നല്ല വർത്താനം മാത്രമല്ല എന്തെല്ലാം കാര്യമല്ല ചേട്ടൻ പറഞ്ഞ് ഒത്തിരി സന്തോഷം തോന്നുന്നു അല്ലേ. എനിക്ക് എൻ്റെ ഈസ്റ്റർ ഡിന്നർ ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ എൻ്റെ ആനീസ് കിച്ചണിനകത്ത് ഒരുപാട് നിറവുണ്ട് കേട്ടോ, ഒരു ഈസ്റ്റർ നിറവ്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കിയത് ഗോവൻ ചിക്കൻ കറി. അതിന്റെ കൂടെ കഴിച്ചിട്ട് അതെ എനിക്കിഷ്ടം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡാ ഇഷ്ടം, അതല്ല ഇതിലൂടെ വൈറ്റ് റൈസ് കഴിക്കുന്നെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് രണ്ട് വാശി പിടിക്കാൻ ഞാൻ തരാം, ടെൻഷൻ ആക്കണ്ട. അല്ല എനിക്ക് ആ ചോയ്സ്. ബ്രെഡ് കഴിച്ചാൽ വണ്ണം വെക്കുകയല്ല. ഞാൻ സ്ലിം ആയിട്ടുള്ള മാനേജറിന് ഏതാ വേണ്ടി? അല്ല ബ്രൗൺ ബ്രെഡ്, ബ്രൗൺ സ്വീറ്റ് ബ്രെഡ്. പെട്രോൾ ഡീസൽ ഒക്കെ പോകും. അയ്യോ അന്ന് വെച്ചാൽ ഓറും ബ്രെഡും എല്ലാം പോകും. അങ്ങനെ കഴിക്കുന്ന മനോജേട്ടന്റെ ആ ചിരി എനിക്ക് മനസ്സിലായി എന്ത് ഉദ്ദേശിച്ചാണ്. അതല്ല, എനിക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ തന്നെ, എനിക്ക് നല്ല മനസ്സിലേ ഉള്ളൂ. അത് കണ്ട മനോജേട്ടന്റെ ചിരി എന്തായാലും. ഇതാരുണ്ടാക്കിയത്? ഇത് ആദ്യം കഴിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ. അയ്യോ ദൈവമേ, എനിക്ക് വല്ല പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ടോ? 2 മിനിറ്റ് 2 സെക്കൻഡ് ഞാൻ നോക്കിട്ട്. ഓക്കെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈസ്റ്റർ ഇത്രയും സന്തോഷമാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി ഉണ്ടായി. ബീനയും മനോജേട്ടനും എൻ്റെ കിച്ചണിലേക്ക് വന്ന് ഒത്തിരി സന്തോഷം തന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഒന്നുമില്ല, അല്ല ഇത് പറ, അവളുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് പറ. ഗോവൻ ചിക്കൻ കറി ഇതിനകത്ത് ഒരുപാട് സ്പൈസി വരില്ല, ഇച്ചിരി ഒരു ഞങ്ങൾ നാളെ ഗോവയിൽ പോയപ്പോ ഞാൻ അതന്നെ ആലോചിച്ചത്, ആ ഹോട്ടലിൽ നിന്ന് അത് എപ്പോഴോ ഈ ടേസ്റ്റ് അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്റെ പ്രേക്ഷകരും ഇതേപോലെ ഒരു ഗോവൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക.